ഇന്ന് ഞാനൊരു ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ക്രാഫ്റ്റിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. ഇന്ന് ഞാനൊരു യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ ഈ ഒരു അടുത്ത കാലത്താണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ എന്നെപ്പോലെയുള്ള ന്യൂ യൂട്യൂബേഴ്സിന് ചിലപ്പോൾ ഇത് അറിയില്ലായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് വ്യൂസ് അവിടെ കൂടുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ വാച്ച് അവർ നോക്കുമ്പം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്രയാണോ ഉണ്ടായിരുന്നത് സെയിം വാച്ച് അവർ തന്നെ ആയിരിക്കും പിന്നീടും കാണുന്നത്. എന്നാൽ നമ്മുടെ വ്യൂസ് അവിടെ കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനും ഒരു ന്യൂ യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒപ്പം ലൈക്ക് ചെയ്യും കൂടി ഒന്ന് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ്സ് മി ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലെറിയ ഫാഷൻസ്. പറഞ്ഞല്ലോ, ഞാൻ ഈ അടുത്ത കാലത്താണ് ഇത് ശ്രദ്ധിച്ചതെന്ന്. ഞാനൊരു 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വ്യൂസ് ഒന്നുമില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വാച്ച് അവർ ഞാൻ നോക്കുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്രയാണോ ഉണ്ടായിരുന്നത് സെയിം വാച്ച് അവർ തന്നെയാണ് അവിടെ കാണിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി യൂട്യൂബിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇനിയിപ്പം നമ്മൾ ഇന്ന വീഡിയോ അപ്ലോഡ് ചെയ്താൽ അതിന് വാച്ച് അവർ കിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതൊന്നും അല്ലായിരുന്നു കാര്യം. നമ്മൾ വാച്ച് അവർ കിട്ടൂല ചില വീഡിയോസിന്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാച്ച് അവർ കിട്ടൂല. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഈ അപ്ലോഡ് ചെയ്ത വീഡിയോ പബ്ലിക് ആക്കിയിട്ട് കൂടി എനിക്കതിന് വ്യൂസ് ഉണ്ടായിരുന്നു, എന്നാൽ വാച്ച് അവർ കിട്ടിയിരുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ എന്നെപ്പോലെ അറിയാത്ത ഒരുപാട് യൂട്യൂബേഴ്സ്, ന്യൂ യൂട്യൂബേഴ്സ്, ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്ത ആൾക്കാർക്ക് അറിയായിരിക്കും, പക്ഷേ എന്നെപ്പോലെ ന്യൂ യൂട്യൂബേഴ്സിനത് ചിലർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഞാൻ കൂടുതലായും ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ ക്രാഫ്റ്റിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എന്നെപ്പോലെ ന്യൂ യൂട്യൂബേഴ്സിന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം വ്യൂസ് കൂടുകയും എന്നാൽ വാച്ച് അവർ അതേപടി നിൽക്കുകയും ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിക്കുമല്ലോ. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് ഏറ്റവും ലാസ്റ്റ് വൺ ഏൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ എല്ലാവർക്കും അറിയാം, മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു സെക്ഷനാണത്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ഇതുവരെ കിട്ടിയ വാച്ച് അവേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഒരു പാർട്ടിൽ ഷോയിങ് ഡാറ്റ ആസ് ഓഫ് January 11, 2025 എൻ്റെ ആ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു January 11 വരെയുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും അതുപോലെ തന്നെ വാച്ച് അവറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോസിൻ്റെ വാച്ച് അവറും നമുക്കവിടെ ആഡ് ആവാത്തത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകൾ ഈ ബോട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വാച്ച് അവർ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിന് കുറച്ച് ടൈം ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1 വീക്കൊക്കെ എടുത്തിട്ടാണ് അവർ ഈ വാച്ച് അവർ അവിടെ ആഡ് ആക്കുന്നത്. നമ്മൾ ബോട്ട് യൂസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറുക്ക് വഴി കൂടെയൊക്കെയാണോ നമ്മൾ വാച്ച് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് അവർക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 വീക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു 1 വീക്ക് എടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ഒരു വാച്ച് അവറും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ അപ്ഡേറ്റ് ആക്കും. അപ്പോൾ ഇനി വ്യൂസ് ഉണ്ട് എന്ന വാച്ച് അവർ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് വാച്ച് അവർ അവിടെ കൂടാത്തത്. അത് നമ്മുടെ യൂട്യൂബിൽ തന്നെ പറയുന്നുണ്ട്, അതൊരു 1 വീക്ക് എടുത്തു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യും ഞങ്ങൾ എന്നുള്ളത്. യൂട്യൂബിൻ്റെ ഈ ഒരു സെക്ഷനിൽ തന്നെ ലേൺ മോർ എന്ന് പറഞ്ഞ് ഈ ഒരു സെക്ഷനിൽ തന്നെ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മോണിറ്റൈസേഷൻ ആയ യൂട്യൂബേഴ്സ് പറയുന്നത് ഈ ഒരു അപ്ഡേഷൻ ഒരു നല്ല കാര്യമാണെന്നാണ്. കാരണം നമ്മൾ മുന്നേയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്ത് ചില ആളുകൾ നമ്മൾ 4000 വാച്ച് അവേഴ്സ് കഴിഞ്ഞ വടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യും. പക്ഷേ ഈ അപ്ലൈ ചെയ്യുമ്പം അതിൽ വരുന്ന ഇതുപോലെ ഉള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണം അവിടെ വാച്ച് അവർ കുറയാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ അവിടെ ക്യാൻസലായി പോകും.
അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ കാരണം ഒരു പരിധി വരെയൊക്കെ കുറക്കാമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു അപ്ഡേഷൻ ആണെന്നാണ് എൻ്റെയും പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നമുക്ക് വാച്ച് അവർ ജെന്യുവൻ ആയിട്ടുള്ളൊരു വാച്ച് അവർ ആണല്ലോ അവിടെ കിട്ടുന്നത്, കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് വിശ്വസിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഇനി ആരും വ്യൂസ് കൂടിയിട്ടുണ്ടെന്നാൽ വാച്ച് അവർ കൂടിയിട്ടില്ല എന്നും പറഞ്ഞ് ടെൻഷൻ ഇരിക്കേണ്ട ആവശ്യമില്ല. അത് യൂട്യൂബ് നമുക്ക് 1 വീക്ക് കൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുള്ളായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ ന്യൂ യൂട്യൂബേഴ്സിക്കൊക്കെ എത്തിക്കുക, അവർക്ക് കൂടി ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.